ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് വേണ്ടി ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ഒരു മനോഹരമായ സുവിശേഷ ഭാഗം നൽകിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് ഒരു ചിന്ത ഇന്നത്തെ ദിവസത്തിലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നിരന്തരമായ ജീവിതത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോയുടെ അടുക്കലേക്ക് ഒരുവൻ വന്ന് ഒരു നന്നാവാൻ, ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ജീവിക്കുവാൻ, അല്ലെങ്കിൽ പൂർണ്ണനായി മാറുവാൻ, സ്വർഗരാജ്യം നേടുവാൻ എന്നൊക്കെയുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഒരുവൻ ഈശോയുടെ അടുക്കലേക്ക് വരുന്നത്. അപ്പം അവൻ്റെ ഉള്ളിലെ ആഗ്രഹം നല്ലതാണ്. അവൻ നല്ല ആഗ്രഹത്തോടു വേണ്ടിയാണ് വരുന്നത്. നല്ലവനാണ് അവൻ. അതുകൊണ്ടാണ് അവന് എങ്ങനെയാണ് കുറച്ചുകൂടെ നന്നാകുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നല്ല രീതിയിൽ ഒരു മനുഷ്യനായി മാറുക എന്നുള്ള ചോദ്യത്തോടുകൂടെ ഈശോയുടെ അടുക്കിലേക്ക് വരുന്നത്. അവന് കുറച്ചുകൂടെ നന്നാകണം, ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഈശോ പറഞ്ഞു, നമ്മൾ കേട്ടതുപോലെ ഈശോ കൽപ്പനകളെല്ലാം പറഞ്ഞു. മാതാപിതാക്കളെ സ്നേഹിക്കുക, കൽപ്പനകൾ പാലിക്കുക, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, ഇതൊക്കെ പറഞ്ഞു. പറഞ്ഞു, കർത്താവ്, ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം ഇതെല്ലാം ചെയ്താൽ നന്മ രീതിയിൽ ജീവിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇവയെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ പറഞ്ഞു, നീ നിനക്കുള്ളതെല്ലാം വിറ്റ്, പ്രത്യേകിച്ച് നിന്റെ സമ്പത്ത് വിറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കുക. നിനക്കുള്ളതെല്ലാം വിറ്റിട്ട് ദൈവത്തെ വന്ന് ആരാധിക്കുക. നീ നേടി വെച്ചിരിക്കുന്ന സമ്പത്തെല്ലാം വിറ്റ് ദൈവത്തെ വന്ന് ആരാധിക്കുക. അതായത് നിന്റെ അസറ്റ് മാറ്റുക. അസറ്റ് ലൈബിലിറ്റി ആകുന്ന അവസ്ഥയാണിത്. കാരണം അവനുള്ള സമ്പത്ത് എന്ന് പറയുന്നത് അവൻ അത്ര നാളുകൊണ്ട്, അവന് ചിലപ്പോൾ ഒരു 15 വയസ്സായിരിക്കാം, 20 വയസ്സായിരിക്കാം, 30 വയസ്സായിരിക്കാം, അവൻ അത്ര നാളുകൊണ്ട് അവൻ ഉണ്ടാക്കിയെടുത്ത സമ്പത്തിനെ ഒരു നിമിഷം കൊണ്ട് പൂർണ്ണമായി വിറ്റ് കളയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവൻ്റെ സങ്കടത്തിന് ആരംഭമുണ്ടാകുന്നത്. അതായത് അവൻ നേടിയെടുത്ത ചില സമ്പത്തുണ്ട്. അവൻ്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിച്ചു കൊണ്ടുവന്ന ചില സമ്പത്ത് രീതികളുണ്ട്. അവൻ്റെ ജീവിതത്തിൽ അവൻ ഒരു സ്ഥലത്തും തുറക്കപ്പെടാത്ത, അല്ലെങ്കിൽ മറ്റാർക്കും അറിയാത്ത അവൻ്റെതായ ചില സമ്പത്തുകളുണ്ട്. ആ സമ്പത്തിനെ ഈശോ പറയുകയാണ്, അത് വിറ്റ് കളയാൻ. വിറ്റ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായി നമ്മുടേതല്ല, കൊടുക്കാൻ. അപ്പം ആ സമ്പത്ത് കൊടുത്താൽ മാത്രമാണ് നിന്റെ ജീവിതത്തിൽ നീ അനുഗ്രഹം പ്രാപിക്കുക. നീ നിന്നോട് ചേർത്ത് വെച്ചിരിക്കുന്ന, മറ്റാരെയും അറിയിക്കാതെ നീ നിന്റേതായി മാറ്റി വെച്ചിരിക്കുന്ന, മറ്റാരോടും പറയാതെ, മറ്റാരോടും കാണിക്കാതെ നിന്റേതായി മാത്രം നീ ചേർത്ത് വെച്ചിരിക്കുന്ന ചില സമ്പത്തുകളുണ്ട്. ആ സമ്പത്ത് വിൽക്കുക. ദൈവങ്ങളെ, നമ്മുടെ ജീവിതത്തിലും നമുക്ക് മറ്റാരും അറിയാത്ത, നമ്മൾ മാത്രം ശേഖരിച്ചെടുത്തിരിക്കുന്ന ഇങ്ങനെ അനേക സമ്പത്തുണ്ട്. ചിലപ്പോൾ നമ്മുടെ ധനം തന്നെ ആയിരിക്കാം, മറ്റാരും അറിയാതെ കള്ള രീതിയിൽ തന്നെ നമ്മൾ നേടിയെടുത്ത ചില സമ്പത്ത്, അല്ലെങ്കിൽ മറ്റാരും അറിയാത്ത നമ്മുടെ തിന്മവശം, നമ്മുടെ പാപവശങ്ങൾ. മറ്റാർക്കും അറിയത്തില്ല ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളൊരു സത്യം മറ്റൊരുവന് പോലും അറിയത്തില്ല. എനിക്ക് മാത്രം അറിയാം, ദൈവത്തിനും അറിയാം. ഞാൻ നാളുകളായി കൊണ്ടുവരുന്ന ഈ രീതി മറ്റുള്ളവന് മുൻപിൽ ഒരു വാക്ക് പോലും പറയാനോ ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ പോലും ആഗ്രഹിക്കാത്ത ഒരു പാപരീതി, ഒരു പാപവസ്ഥ രീതി. ആ അവസ്ഥ രീതിയെ പോയി വിൽക്കുക. അത് നിന്നിൽ നിന്ന് കളയുക. പൂർണ്ണമായി നിന്നിൽ നിന്ന് അത് അകറ്റുക. അത് അകറ്റി കഴിഞ്ഞാൽ നീ പൂർണ്ണനാകുന്ന ദൈവം പറഞ്ഞു. പൂർണ്ണനായി മാറും. അപ്പൊ പൂർണ്ണനായി മാറുവാനായിട്ടുള്ള ദൈവം പറയുക, നിന്റെ ആ സമ്പത്ത് പോയി വിൽക്കുക. നിന്റെ സമ്പത്ത് കൊണ്ടുപോയി വിൽക്കുക. ദൈവങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ കെട്ടിപ്പിടിച്ച് വെച്ചിരിക്കുന്ന ചില തിന്മയുടെ സമ്പത്തുകളുണ്ട്. ചില അവസ്ഥകളായിരിക്കും, ചില പാപാവസ്ഥകളായിരിക്കും, ചില ജഡികാസക്തികളായിരിക്കും, ചില അന്യ പുരുഷന്മാരോടോ സ്ത്രീകളോടായിട്ടുള്ള ബന്ധങ്ങളായിരിക്കാം, ചില ജീവിതത്തിലെ ചില തെറ്റായ രീതിയിൽ നേടിയെടുത്ത അനേക കാര്യങ്ങളായിരിക്കാം, തെറ്റായ രീതിയിൽ നിരന്തരമായി ഇപ്പം കൊണ്ടുപോകുന്ന കാര്യങ്ങളായിരിക്കാം. ഇതെല്ലാം നമ്മൾ വഹിക്കുന്ന സമ്പത്താണ്, നമ്മൾ നേടിയെടുത്തോണ്ടിരിക്കുന്ന സമ്പത്താണ്. ഈ സമ്പത്ത് നമ്മളിൽ നിന്ന് മാറണം. ഈ സമ്പത്ത് നമ്മൾ വഹിക്കുമ്പോൾ ഇത് സമ്പത്തല്ല, ഇത് ദുരിതമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുക, ഭാരമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുക. ഭാരം അധികമായി ഓരോ ദിവസം ചെല്ലുന്തോറും നിരന്തരമായ ഭാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാരത്തെ കൊണ്ടുപോയി നീ വിറ്റ് കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നീ പൂർണ്ണത നേടും. അതായത്
സഹിക്കുവാനോ വഹിക്കുവാനോ ഒക്കെ നിന്റെ ജീവിതം ലളിതമായി മാറും. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നിന്റെ ഭാരം ഇതാണെങ്കിൽ നീ കൊണ്ടുപോയി കളയുക. കളഞ്ഞു കഴിഞ്ഞാൽ നിന്റെക്കുള്ള ആശ്വാസം ഞാൻ നൽകാം. നീ ഇത്ര നാൾ കൊണ്ട് നീ നേടിയെടുത്ത ചില അവസ്ഥകൾ ഇതാണെങ്കിൽ അത് കൊണ്ടുപോയി കളയുക. അത് കളഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ആ കളച്ചില് മൂലം എൻ്റെ ആശ്വാസം നിനക്ക് ലഭിക്കും. എനിക്ക് എൻ്റെ പൂർണ്ണത നിനക്ക് ലഭിക്കും. നിന്റെ സ്നേഹത്തിന്റെ പ്രതിഫലം നിനക്ക് ലഭിക്കും. മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പൂർണ്ണരായി മാറുന്നത്, നന്മ രീതിയിലേക്ക് ഉയരുന്നത് നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന, ചില സമയത്ത് നമ്മൾ പോലും തുറക്കാത്ത, മറ്റുള്ളവരുടെ മുൻപിൽ, കുമ്പസാരത്തിന് മുൻപിൽ പോലും പറയാത്ത ചില തിന്മ പാപ അവസ്ഥകളുണ്ട്. അവസ്ഥകളെയൊക്കെ ഈശോയുടെ മുൻപിൽ സമർപ്പിക്കും. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങൾ നേടിയെടുത്ത ഈ സമ്പത്ത് ഞങ്ങൾ വിറ്റ് കളഞ്ഞ് അങ്ങേ പിൻചെല്ലുവാനും പൂർണ്ണരായി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ബലിയിൽ ആ കൃപയൊക്കെ നമുക്ക് ലഭിക്കുവാനും ഈശോയെ സ്വീകരിക്കുവാനും നേടിയെടുത്ത എല്ലാ തിന്മാവസ്ഥകളെ മാറ്റി ഈശോയെ സ്വീകരിച്ച് പൂർണ്ണനായി മാറുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.